പ്രിയ ദൈവമക്കളെ, വീണ്ടും നമുക്ക് ഈ ക്വാർട്ടറിൻ്റെ അവസാനത്തെ പാഠഭാഗത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നമുക്കൊരുക്കി തന്ന സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പാഠഭാഗവും നമുക്കൊന്നിച്ച് പഠിക്കുവാനും ചിന്തിക്കുവാനും ദൈവം അവസരം ഒരുക്കിയല്ലോ. ഈ ഒരു ക്വാർട്ടർ മുഴുവനും ദൈവത്തിൻ്റെ വചനം നമുക്ക് പഠിച്ചുകൊണ്ട് ദൈവകൃപയിൽ വളരുവാനും വചനത്തിലെ ദൂതുകളിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലുവാനും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങളും ആവശ്യമായ തിരുത്തലുകളും വരുത്തിക്കൊണ്ട് ആത്മാവിൽ നാം ബലം പ്രാപിച്ച് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളുടെ ഗണത്തിൽ നിലനിൽപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠത്തിലേക്ക് എല്ലാ പ്രിയതി മക്കളെയും വീണ്ടും വരുന്നതിനായി കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ സമാധാനം നമ്മളെല്ലാവരും കൂടെ ഇരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 10-ാം പാഠത്തിൻ്റെ തലക്കെട്ട് ദൈവഹിതത്തിൽ മുഴുവനായും നിലകൊള്ളുക. നോത്തുള്ള സെക്ഷൻ്റെ ഈ ശബത്ത് സ്കൂൾ പാഠപഠനം എല്ലാ ദൈവമക്കളെയും ദൈവവചനത്തിലേക്ക് കുറച്ചുകൂടി ആകർഷിക്കുവാനും നമുക്ക് പല കാര്യങ്ങളും ഓർക്കുവാനും മനസ്സിലാക്കുവാനും കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാനും കഴിയുന്ന തരത്തിൽ ഒരുക്കിയിരിക്കുന്നതായ ഈ ഒരു പാഠപഠന പദ്ധതിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ മേൽ പ്രവർത്തിക്കുന്ന ദൈവമക്കളെ കർത്താവ് കൂടുതലായിട്ട് ശക്തീകരിക്കാൻ ബലപ്രതി ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മനപ്പാഠമാക്കി എടുത്തിരിക്കുന്നത് 1 തെസ്സലോനിക്കർ 5:18 എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തയേശുവിൽ ദൈവേഷ്ടം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ, വീണ്ടും അടിയങ്ങൾക്ക് അവിടുത്തെ തിരുവചനവുമായിട്ട് ഈ 13-ാം ശബത്തിൽ കടന്നു വരുവാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. കഴിഞ്ഞ 12 പാഠങ്ങളും അടിയങ്ങൾക്ക് പഠിക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ അവിടുത്തെ കൃപ അടിയങ്ങളുടെ കൂടെ ഇരുന്നോർത്ത് സ്തുതിക്കുന്നു. ഈ പാഠവും അടിയങ്ങൾക്ക് പഠിച്ച് അത് മനസ്സിലാക്കി അതിൻ പ്രകാരം അടിയങ്ങൾ ജീവിപ്പാൻ താഴ്മയും അനുസരണമുള്ള ദൈവമക്കളായി അടിയങ്ങൾക്ക് നിലനിൽപ്പാൻ അടിയങ്ങളോടൊന്ന് സഹായിക്കണം. അവിടുത്തെ കൃപ കൂടിയിരിക്കണം. മനോമത കർത്താവ് എടുക്കണം. എല്ലാ അടിയങ്ങൾക്ക് ആ ജീവനെ തന്ന യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയുടെ എടുക്കണം. നല്ല ദൈവമേ, ആമേൻ. നാം ആമുഖത്തിൽ കാണുന്നത് പൗലോസിൻ്റെ മിഷണറി യാത്രകളും ആ മിഷണറി യാത്രയിൽ ഉടനീളം പൗലോസിൻ്റെതായ സുവിശേഷ വേലയും സുവിശേഷ പ്രവർത്തനങ്ങളും തൻ്റെ സാക്ഷീകരണങ്ങളും അനേകരുമായിട്ട് പൗലോസിന് ഇടപെടുവാനും സഹകരിക്കുവാനും അനേക ഇടങ്ങളിൽ കർത്താവ് യേശുക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുവാനും ദൈവവചനത്തെ ആസ്പദമാക്കിക്കൊണ്ട് അനേക ലേഖനങ്ങളും കത്തുകളും വിവിധ സഭകൾക്കും സഭയിലെ വിശ്വാസികൾക്കും എഴുതുവാനും താൻ കടന്നു ചെന്നിട്ടില്ലാത്ത ഇടങ്ങളിൽ പോലും സ്ഥലങ്ങളിൽ പോലും വിശ്വാസികളായിരിക്കുന്നവർക്ക് ആവശ്യമായൊന്ന പിൻബലം കൊടുക്കുവാനും അവരെ ധൈര്യപ്പെടുത്തുവാനും ഈ സ്ഥലങ്ങളിൽ
പലപ്പോഴും ഉടലെടുത്തിരുന്നതായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ വളരെ സ്നേഹത്തിൻ്റെതായ ഭാഷയിൽ അവർക്ക് എഴുതി അറിയിക്കുവാനും അവരെക്കുറിച്ചുള്ള വിവരണങ്ങൾ, അവരെക്കുറിച്ചുള്ള അറിവുകൾ ശേഖരിക്കുവാനും അത് മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യമായ നിർദ്ദേശങ്ങൾ മുൻപോട്ട് വയ്ക്കുവാനും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ദൈവവിശ്വാസത്തിലും ഐക്യത്തിലും സഹിഷ്ണുതയോടെ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടത് ആവശ്യകതയെക്കുറിച്ച് അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുവാനും ഉപദേശിക്കുവാനും വേണ്ട ഭൗതികമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ വേണ്ട ഇടങ്ങളിൽ നൽകുവാനും അതിനായിട്ട് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുവാനും പൗലോസിൻ്റെ ഉപദേശമനുസരിച്ച് സ്വമനസ്സോടെ അനേകരെ സഹായിപ്പാനായിട്ട് ധനശേഖരണം നടത്തിക്കൊണ്ട് അത് ആവശ്യമുള്ള ജനങ്ങൾക്ക് അത് നൽകി അവരെ നിലനിർത്തുവാനും ഒക്കെയുള്ള ധാരാളം പ്രവർത്തനങ്ങൾക്ക് പൗലോസിന് നേതൃത്വം കൊടുക്കുവാൻ കഴിഞ്ഞു. തൻ്റെതായ ആ മിഷണറി പ്രവർത്തനങ്ങളിൽ എത്രമാത്രം ഒരു കർത്താവിൻ്റെ ദാസനായി കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് ആ സ്നേഹത്തെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന, അനുഭൂതിമാക്കി കൊടുക്കുവാൻ കഴിയുന്ന പ്രവർത്തനങ്ങളും ജീവിതശൈലിയും തൻ്റെ പ്രഭാഷണങ്ങളും തൻ്റെ ലേഖനങ്ങളും ഒക്കെ ഓരോന്നും ഒരു വ്യക്തിയെ എങ്കിലും അധികമായിട്ട് കർത്താവിങ്കിലേക്ക് അടുപ്പിക്കുവാൻ, ആനയിപ്പിക്കുവാൻ ഉതകുന്ന വിധം തൻ്റെ പ്രവർത്തനങ്ങളെയും തൻ്റെ സുവിശേഷ വേലയെയും താൻ കടന്നു ചെന്ന ഇടങ്ങളിൽ മാത്രമല്ല അല്ലാത്ത സ്ഥലങ്ങളിലും വ്യാപിപ്പിക്കുവാൻ പൗലോസിന് കഴിഞ്ഞത് പൗലോസിൻ്റെ ആ സുവിശേഷ വേലയോടുള്ള ഏറ്റവും അദമ്യമായ ആ വാഞ്ഛയും ആഗ്രഹവും തൻ്റെ സമർപ്പണവുമാവുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു ജീവിതശൈലി അനേകർക്ക് കർത്താവിനെ സ്നേഹിപ്പാനും ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാനും മുഖാന്തരമായി തീർന്നിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നതോടൊപ്പം ഈ പാഠങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കുകയും പഠിച്ചു കഴിഞ്ഞവയും നാം ഓർത്തുകൊണ്ട് നമ്മുടേതായ ജീവിതത്തിൽ, നമ്മുടേതായ പ്രവർത്തനങ്ങളിൽ നാം ഗണ്യമായ ഒരു സ്ഥാനം ദൈവത്തിൻ്റെ വേലയ്ക്ക് നൽകുകയും ആ വേലയുടെ ഒരു ഭാഗം നിർവഹിച്ചുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മക്കളായിട്ട്, ശിഷ്യരായിട്ട് ഈ ഭൂമിയിൽ നാം നിലനിൽക്കുകയും ചെയ്യണം എന്നും, അതുകൂടാതെ യാതൊരുതര വ്യത്യാസങ്ങളും ഇല്ലാതെ, വിഭാഗീയതയുമില്ലാതെ, യാതൊരുവിധ ഉയർച്ച താഴ്ച അനുഭവങ്ങളില്ലാതെ കർത്താവിൽ വീണ്ടും ജനിച്ചിട്ടുള്ള അനുഭവത്തിൽ യവനനായാലും യഹൂദനായാലും അല്ലെങ്കിൽ മറ്റ് ചുറ്റുപാടുകളിൽ നിന്ന്, അവസ്ഥകളിൽ നിന്ന് കടന്നു വരുന്നവരായാലും ഒരേ വിശ്വാസത്തിലും ഒരേ കാഴ്ചപ്പാടിലും ഒരേ മാനസിക ചിന്താഗതികളും അവസ്ഥകളിലും ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയേണ്ടത് ഏറ്റവും ആവശ്യമാണ് എന്ന് ആമുഖത്തിൽ പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പൗലോസ് തുടർന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദീർഘമേറിയ ഈ മിഷണറി യാത്രകളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഏകദേശം 13,400 മൈലുകൾ അദ്ദേഹം യാത്ര ചെയ്തു. അതിൽ ഭൂരിഭാഗവും അദ്ദേഹം കാൽനടയായിട്ട് ആണ് യാത്ര ചെയ്തതും
കുറച്ചു ഭാഗം കപ്പലിലും ബാക്കിയുള്ള സമയം അദ്ദേഹം ജയിലിലുമായിരുന്നു എന്ന് നമുക്ക് അറിയാം. അദ്ദേഹം പ്രവർത്തിച്ച സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ സമയം പ്രവർത്തിച്ചത് കൊരിന്ത്, എഫസോസ്, അതുപോലെ ആ പ്രദേശങ്ങളുടെ ഉൾപ്രദേശങ്ങൾ, പട്ടണങ്ങൾ, അതുപോലെ വിവിധ ദൈവാലയങ്ങൾ, പള്ളികൾ, പൊതുസ്ഥലങ്ങൾ, ഇവിടെയൊക്കെ പൗലോസിന് കടന്ന് ചെല്ലുവാനും ദൈവത്തിൻ്റെ വചനം അവരുമായിട്ടൊക്കെ പങ്കുവയ്ക്കുവാനും ഈ യാത്രക്കിടയിൽ അനേക വ്യക്തികളെ പൗലോസ് തന്നോടുകൂടി ചേർക്കുവാനും അവരെയൊക്കെ തൻ്റെ ശിഷ്യരായിട്ട് അവർ സ്വയം തിരഞ്ഞെടുത്തുകൊണ്ട് പൗലോസിനോട് കൂടെ പ്രവർത്തിക്കുക മാത്രമല്ല, പൗലോസ് അവർക്ക് നൽകിയ വിധമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുവാൻ വേണ്ട എല്ലാ പ്രോത്സാഹനവും സഹായവും അവർക്ക് പൗലോസ് നൽകിക്കൊടുത്തു. നാം ഇത് പറയുമ്പോൾ, നാം ഇത് ചിന്തിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള ഒരു സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ളതായ ഒരു അനുഭവത്തിലല്ല പൗലോസ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് എന്ന് നമ്മോട് ഓർക്കേണ്ടത് ആവശ്യമുണ്ട്. നാം ഇന്ന് ഏത് കാര്യങ്ങൾ ചെയ്യുവാനും നമുക്ക് ഒരു പരിധിവരെ അതിനുള്ള സൗകര്യങ്ങളും അതിനുള്ള മറ്റ് ഘടകങ്ങളും അതിനുള്ള ഉറവിടങ്ങളുമൊക്കെ വിഭവങ്ങളുമൊക്കെ നമുക്ക് ഒരു പരിധിവരെ സമാഹരിക്കുവാനും നമുക്ക് ഉണ്ടാക്കുവാനും ഒക്കെ കഴിയും. എന്നാൽ പൗലോസിൻ്റെ കാലഘട്ടത്തിൽ സുവിശേഷ വേല ചെയ്യുവാനുള്ളതായ മറ്റ് സഹായങ്ങളൊക്കെ വളരെ പരിമിതങ്ങളായിരുന്നു. ചുറ്റുപാടുകൾ വ്യത്യസ്തമായിരുന്നു. മനുഷ്യരുടെ ജീവിതം ഇന്നത്തെ പോലെയല്ല. അത്തരത്തിലുള്ള അനേക വെല്ലുവിളികളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഈ വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പല ഇടങ്ങളിൽ കടന്നുപോയി അവിടെ താമസിച്ച് ആ ജനങ്ങളുമായിട്ട് ഇടപഴകി അവരുടേതായ സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മറ്റിടങ്ങളിലേക്ക് തൻ്റെ സുവിശേഷ വേല വ്യാപിപ്പിക്കുവാനും അനേക വ്യക്തികളെ തൻ്റെ വേലയിലേക്ക് കൂട്ടിച്ചേർക്കുവാനും അവർ മുഖാന്തരം അനേക ദേശങ്ങളിൽ വേല വ്യാപിപ്പിക്കുവാനും അതിലൂടെ അനേകർക്ക് ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കുവാൻ അല്ലെ പഠിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ നാം കാണുന്ന കൂട്ടത്തിൽ ഉള്ള ചില വ്യക്തികളിൽ ഒരാളാണ് നാം കാണുന്ന തിഹിക്കോസ് എന്ന് പറയുന്ന വ്യക്തി. ആ വാക്കിൻ്റെ അർത്ഥം ഭാഗ്യവൻ എന്നാണ്. അദ്ദേഹത്തെ ഒരു വിശ്വസ്ത ശുശ്രൂഷകനായിട്ടും സഹവൃത്യനായിട്ടും പൗലോസ് വിശേഷിപ്പിക്കുന്നുണ്ട്, അല്ലെ വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാസ്തവം പറഞ്ഞാൽ പൗലോസ് തിരഞ്ഞെടുത്ത ഏഷ്യയിൽ നിന്നുള്ള 2 പുരുഷന്മാരിൽ ഒരാളായിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമുക്ക് അത് വായിക്കുവാൻ കഴിയും. അതുപോലെ മറ്റ് അനേകരെ കുറിച്ച് നമ്മൾ അതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. ബർന്നബാസ് ഉണ്ട്, അതുപോലെ മർക്കോസ് ഉണ്ട്, തീക്കോസ് ഉണ്ട്, എപ്പഫ്രാസ് ഉണ്ട്. അങ്ങനെ അനേകരെ പൗലോസിൻ്റെതായ ഈ സുവിശേഷ വേലയുടെ പ്രവർത്തന ശൈലിയോട്, പ്രവർത്തനങ്ങളോട് ആഭിമുഖ്യം തോന്നി, അല്ലെങ്കിൽ അതിനോട് സ്നേഹം തോന്നി, വിശ്വാസം തോന്നി പൗലോസിൻ്റെതായ ഈ പ്രവൃത്തികളോട് ഒന്നിച്ച് ചേർന്ന് വന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഒനേസിമസ് നമ്മൾ മനസ്സിലാക്കുന്നു. അദ്ദേഹം ഈ ഒനേസിമസ് നമുക്കറിയാം ഒരു അടിമയായിരുന്ന വ്യക്തിയാണ്. റോമിൽ വെച്ച് മതം മാറി അദ്ദേഹം പൗലോസിൻ്റെ വിശ്വാസത്തെ അല്ലെങ്കിൽ പൗലോസിൻ്റെ സുവിശേഷത്തെ സ്വീകരിച്ച ഒരു വ്യക്തിയാണ്. അതുപോലെ അനേക സഭകൾ, പ്രത്യേകിച്ച് ഫിലിപ്പിയിലും കൊലോസ്യയിലും അല്ലെ സഭയിലെ ജനങ്ങളുമായിട്ട് സംവദിക്കുന്നതിൽ, അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്നതിൽ, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിൽ, അവരെ ആത്മീയമായിട്ട് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യാനുള്ള
ദൂതുകൾ അവർക്ക് നൽകുന്നതിൽ, അവരെ സ്നേഹത്തോടെ തിരുത്തുന്നതിൽ, ആ നേതൃത്വങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിലൊക്കെ എത്രമാത്രം താല്പര്യവും എത്രമാത്രം പ്രാധാന്യവും പൗലോസ് കൊടുത്തിരുന്നു. അത് മാത്രമല്ല, ഈ സഭകൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഏറ്റവും ശക്തമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നിലനിർത്തുവാനും മുൻപോട്ട് കൊണ്ടുപോകാനുമുള്ള പ്രാധാന്യത്തെക്കുറിച്ച് പൗലോസ് എടുത്തു പറയുന്നുണ്ട്. ഇപ്പോൾ കൊലോസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ സഭകൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾക്ക് അല്ലെങ്കിൽ ഇടയായിത്തീരുന്ന കാരണമായിത്തീരുന്ന വ്യക്തികൾ, അവരുടേതായ ജീവിതം, അവരുടേതായ ദൂതുകൾ, അവരുടെ ജീവിത ദർശനങ്ങളൊക്കെ ഇതിൽ എത്രമാത്രം സഹായമായി തീർന്നിട്ടുണ്ടെന്നൊക്കെ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പൗലോസ് പറയുന്നത്, എൻ്റെ സഹബദ്ധനായ അരിസ്തർഹോസും ബർന്നബാസിൻ്റെ മച്ചുനായ മർക്കോസും യൂസ്തോസ് എന്ന് പറയുന്ന യേശുവും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഇവരൊക്കെ പൗലോസിനോട് കൂടി പ്രവർത്തിച്ചിരുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ കൊലോസ്യർ 4-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള ഭാഗങ്ങൾ പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തീക്കോസിനെ കുറിച്ച് അവിടെ പൗലോസ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സഭകളെയൊക്കെ പ്രശംസിക്കുകയും അവരെ നല്ല കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും അവരുടെ പ്രവൃത്തികളെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ എല്ലാ തരത്തിലും ഒരു ഉത്സാഹത്തോടെ നിലനിർത്തുവാനും അവരെ ഓരോരുത്തരെയും പേര് പറഞ്ഞ് അവരുടേതായ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ശ്ലാഘിക്കുവാനും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാനും അവരെ മറ്റ് സഭകളിലേക്ക് അയക്കുമ്പോൾ അവരെക്കുറിച്ചുള്ള വിവരണങ്ങൾ അവർക്ക് നൽകുവാനും എത്രമാത്രം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബർന്നബാസ് ആയാലും അരിസ്തർഹസ് ആയാലും മർക്കോസ് ആയാലും ഈ പറഞ്ഞ യൂസ്തോസ് ആയാലും ഒക്കെ എത്രമാത്രം ഈ ദൈവവേലയ്ക്ക് വേണ്ടി തങ്ങൾ സ്വയം സമർപ്പിതരാണ് എന്ന് ഈ മറ്റ് സഭകളിലെ ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നതിലും, അങ്ങനെ പൗലോസിനോട് ചേർന്ന് നിന്നുകൊണ്ട് പൗലോസിൻ്റെതായ ആ വലിയ ദൗത്യത്തിൻ്റെ പങ്കാളികളായിട്ട് ദൈവവേലയിൽ കൈ കൊടുത്തുകൊണ്ട് സഹായം നൽകിക്കൊണ്ട് നിലനിൽക്കുവാൻ ഇവർക്ക് കഴിഞ്ഞത് ഈ സഭകളിലെ വിശ്വാസികൾക്ക്, ആ സഭകളിലേക്ക് കടന്നു വന്നിട്ടുള്ള മറ്റ് വ്യക്തികൾക്ക്, വിജാതീയരായിട്ടുള്ള ആൾക്കാർക്ക് ഒക്കെ അതൊരു നല്ല മാതൃകയായിട്ട് തീരുവാനും ആ മാതൃകാപരമായ ജീവിതം ഈ വ്യക്തികളുടെ ജീവിതങ്ങളിൽ രൂപാന്തരം വരുത്തുവാനും അവരുടെ വിശ്വാസത്തിൽ കൂടുതൽ ഉറപ്പ് നൽകുവാനും കർത്താവിൻ്റെ സ്നേഹത്തിൽ അവർക്ക് കൂടുതൽ വളർന്നു വരുവാനും വരെ സഹായിച്ചു എന്ന് നമ്മളുടെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഒന്നിച്ച് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ സഹപ്രവർത്തകർ ഒന്നിച്ച് ഒരുമിച്ച് ഐക്യത്തിലും സ്നേഹത്തിലും ഫലപ്രദമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുമ്പോഴാണ് ഒരു സുവിശേഷ വേല അത് ഏറ്റവും ഫലപ്രദമായിട്ട് തീരുന്നത്. ഇപ്പോൾ ഒരു സുവിശേഷ വേല ഒരു വ്യക്തി ആയാലും വ്യക്തികളായാലും ചെയ്യുമ്പോൾ ഒന്ന് പൂർണ്ണമായ വിശ്വാസവും സമർപ്പണവും ഐക്യവും പരസ്പര ധാരണയും, ഏത് കാര്യങ്ങളെയും അത് പരസ്പരം ഒരുപോലെ വഹിക്കുവാൻ കഴിയുന്നൊരു മനോഭാവവും, ആരും ആരെയും വിമർശിക്കുവാനോ മാറ്റി നിർത്തുവാനോ ആരെയും പ്രവർത്തനങ്ങളെ കുറച്ച് കാണുവാനോ ശ്രമിക്കാതെ എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചുകൊണ്ട് ആ ഒരു വലിയ സ്നേഹത്തിൻ്റെതായ അളവ് എല്ലാവർക്കും തുല്യമായി പങ്കിട്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു സുവിശേഷ വേല അതിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരാൻ കഴിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ സുവിശേഷ വേലയ്ക്ക് എതിരായിട്ടുള്ള ഭീഷണികളെ നമുക്ക് തിരിച്ചറിയുവാനും കാണുവാനും, അത്തരം ഭീഷണികൾ ഒരിക്കലും നമ്മുടേതായ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി വരാതിരിക്കാനും, അത്തരത്തിലുള്ള അവസ്ഥകളെയും സാഹചര്യങ്ങളെയും നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് അതിൽ നിന്ന് നാം മാറി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വേല അത് അനുസ്യൂതം വളരുവാനും പുരോഗതി പ്രാപിപ്പാനും ശക്തിപ്പെടുവാനും നമുക്ക് എത്രമാത്രം ഒന്നിച്ച് ഒരുപോലെ ഐക്യത്തിലും വിശ്വാസത്തിലും പ്രത്യാശയിലും പരസ്പര സ്നേഹത്തിലും നമുക്ക്
നാം അന്യോന്യം സകല കാര്യങ്ങളും പങ്കുവെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അത് നൽകുന്നതായ ഒരു വലിയ മാനസികമായ ഒരു സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഒരു അവസ്ഥയുണ്ട്. അത് മനസ്സിലാക്കി ജീവിക്കുവാൻ അന്ന് പൗലോസിൻ്റെതായ പ്രവർത്തനത്തിന് കീഴിൽ, നേതൃത്വത്തിന് കീഴിൽ കഴിഞ്ഞിരുന്നുവെന്ന് നമ്മൾ ഈ ലേഖനങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് പൗലോസ് വളരെ പ്രാധാന്യത്തോടെ എടുത്തു പറയുന്നുണ്ട്. അതുപോലെ നാം ഓരോരുത്തരും ഈ സുവിശേഷ വേലയിൽ ദൈവത്തിൻ്റെ മക്കളായി, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായി നാം പൂർണ്ണതയോടെ നിൽക്കണം, അല്ലെ പൂർണ്ണതയുള്ളവരെ തീരണമെന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ ഏതൊരു അർത്ഥവത്തായ ശ്രമവും നിറവേറ്റുന്നതിന് വ്യക്തമായ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്. അത് മാത്രമല്ല, പൗലോസിൻ്റെ ജീവിതം നാം ഒരു ഉദാഹരണമായിട്ട് എടുക്കുമ്പോൾ പൗലോസിൻ്റെ ജീവിതവും ശുശ്രൂഷയും അദ്ദേഹത്തിൻ്റെതായ സഹപ്രവർത്തകരുടെയും ജീവിതം, പ്രവർത്തനങ്ങൾ അത് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ ഒരു പൂർണ്ണത അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ നാം വളരെ ശ്രദ്ധയുള്ളവരും വ്യക്തമായ ലക്ഷ്യബോധമുള്ളവരും അതുപോലെ നമ്മുടെ പ്രവൃത്തിയുടെ വ്യാപ്തി, അതിൻ്റെ അർത്ഥത്തെ നമുക്ക് ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് എന്ന് അവിടെ പൗലോസ് കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ അവിടെ ഈ കൊലോസ്യയിലും അതുപോലെ സമീപത്തുള്ള ലവോദിക്കയിലേക്കും ഹിരാപ്പോലിസിലേക്കും അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലേക്കും എപ്പഫ്രാസ് എന്ന് പറയുന്ന തൻ്റെ സഹശിഷ്യനെ അയക്കുവാനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെതായ നല്ലൊരു പങ്ക്, അല്ലെങ്കിൽ തൻ്റെ പ്രവർത്തനം നല്ലൊരു പങ്ക് ഈ പ്രദേശങ്ങളിൽ അദ്ദേഹത്തിന് നിർവഹിക്കുവാനും ആ എപ്പഫ്രാസിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രാർത്ഥനകൾ, ഒരു വ്യക്തമായ ഒരു ലക്ഷ്യബോധം ആ ജനങ്ങൾക്ക് ഉണ്ടാകുവാനും അവരൊക്കെയും ഒരു തികഞ്ഞ ദൈവഹിതം മനസ്സിലാക്കിക്കൊണ്ട് ദൈവികമായിട്ട് ഒരു പൂർണ്ണതയുടെ അനുഭവത്തിൽ നിൽക്കുവാൻ, അതുപോലെ പ്രാർത്ഥനയുടെ ഏറ്റവും ശക്തമായ ഒരു ചരടിൽ കോർക്കപ്പെടുവാൻ അവരെപ്പോഴും അവരെ സഹായിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ഒരു അനുഭവം പൗലോസിൻ്റെ ഈ സഹശിഷ്യന്മാർക്ക് ഉണ്ടായിരുന്നു. അതിലേറ്റവും നാം മനസ്സിലാക്കുന്ന ഒരു ശിഷ്യനാണ് തിമോത്തിയോസ്. അപ്പം ഇങ്ങനെയുള്ള വ്യക്തികളുടേതായ ജീവിത അനുഭവങ്ങളും സാക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും അവരുടെ ജീവിത ശൈലിയുമൊക്കെ ഈ സുവിശേഷ വേല കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെയും ജീവിത രീതികളെയും താൻ തൻ്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ച് ഉപദേശിച്ചു കൊടുത്തതായ ഉപദേശ സംഹിതകളെയും ലളിതമായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട്, മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് പൂർണ്ണമായും പൂർണ്ണതയോടും കർത്താവിൽ നിൽക്കുവാൻ, കർത്താവിൽ വളരുവാൻ അവരെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു അവസ്ഥ, ആ ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ ഇടയിൽ നാം ഓരോരുത്തരും, മാത്രമല്ല ദൈവത്തിൻ്റെ വേല ചെയ്യുന്നതായ ശുശ്രൂഷന്മാരെ സംബന്ധിച്ച് അങ്ങനെ തന്നെ ജീവിക്കാൻ കഴിയുമെങ്കിൽ ഈ കാലഘട്ടത്തിലും ഈ നാളുകളിലും ദൈവത്തിൻ്റെ വേല, ദൈവത്തിൻ്റെ ശുശ്രൂഷ ഏറ്റവും ശക്തമായിട്ട്, ഏറ്റവും നല്ല രീതിയിൽ അത് ഒരു പൂർണ്ണതയുടെ അനുഭവത്തിൽ അത് വളരുവാൻ ഇടയായിത്തീരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് ഉദാഹരണങ്ങൾ നാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അനേകർ ദിനം തോറും ഈ വചനം കേട്ടുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിനെ സ്നാനത്തിലൂടെ സ്വീകരിച്ച് ദൈവമക്കളായി തീരുന്നതായ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ, അങ്ങനത്തതായ വാർത്തകൾ നമ്മൾ കേൾക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം ഇങ്ങനെ ഈ നാളുകളിലും
ലോകം ഭൗതികപരമായിട്ടും അല്ലെങ്കിൽ വിജ്ഞാനപരമായിട്ടും ഇത്രമാത്രം വളർച്ച പ്രാപിച്ച് മനുഷ്യൻ ഭൗതികമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും സാങ്കേതിക ജ്ഞാനത്തിലും വിദ്യയിലും കൂടുതൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ ദൈവവചനത്തിനും ദൈവത്തിൻ്റെതായ നമ്മുടെ ജീവിതത്തിൻ്റെതായ ഇടപെടലുകൾക്കും വലിയ പ്രാധാന്യമൊന്നും ഇന്ന് കൽപ്പിക്കാത്ത ഈ സമയത്തും അനേകർ കർത്താവ് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനും കർത്താവ് യേശുക്രിസ്തുവിനെ സ്വീകരിപ്പാനും ഇടയായിത്തീരുന്നു എന്ന് പറയുമ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ നടക്കുന്ന ദൈവത്തിൻ്റെ വേല എത്രമാത്രം ശക്തമാണ്, എത്രമാത്രം ആ ജനങ്ങളുടെ ഇടയിലേക്ക് മനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിൽ നമുക്കും തീർച്ചയായിട്ടും പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മാറ്റത്തിന് വേണ്ടി ചിന്തിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതങ്ങളുടെ കുറവുകളെ മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ളതായ നല്ല ഉപദേശങ്ങൾ അവർക്ക് നൽകിക്കൊണ്ട് ഓരോരുത്തരും തങ്ങളെ തന്നെ സ്വയമായിട്ട് വിലയിരുത്തിക്കൊണ്ട് ഒരു ആത്മപരിശോധന നടത്തിക്കൊണ്ട് തങ്ങളുടെ ജീവിതത്തിലെ കുറവുകളോ ബലഹീനതകളോ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ ആത്മീയമായി അവരെ ഉത്തേജിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ മാറ്റം ജനങ്ങളിൽ ഉണ്ടാക്കുവാൻ കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം ഇവിടെ നാം പൂർണ്ണതയോടെ അല്ലെങ്കിൽ പൂർണ്ണമായി നിൽക്കുക എന്ന് പറയുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം നാം ഉറച്ച് നിൽക്കുക അല്ലെങ്കിൽ ചഞ്ചലപ്പെടാതിരിക്കുക എന്നാണ്. അപ്പം വിശ്വാസത്തിൽ നാം ഉറച്ച് നിൽക്കുക, അപ്പോൾ സുവിശേഷ സത്യത്തിൽ നാം നിലനിൽക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നാം പൂർണ്ണതയോടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നാം അല്പം പോലും ഇളക്കമില്ലാതെ, അല്പം പോലും അചഞ്ചലപ്പെടാതെ അല്ലെങ്കിൽ ചഞ്ചലപ്പെടാതെ അചഞ്ചലമായിട്ട് നമുക്ക് ഉറച്ച് വിശ്വാസത്തോടെ നിൽക്കുവാൻ കഴിയുന്ന അവസ്ഥയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പം അതുകൊണ്ട് പിശാചിൻ്റെ തന്ത്രങ്ങൾ നമുക്കെതിരെ കടന്നു വരുന്ന സാഹചര്യങ്ങളൊക്കെ അതിനെ തോൽപ്പിക്കുവാനും അതിനെ നമുക്ക് നിർവീര്യമാക്കുവാനും കഴിയുന്ന വിശ്വാസത്തിൻ്റെതായ ആ പരിച എടുത്തുകൊണ്ട് നമുക്ക് നിൽക്കുവാൻ, വിശ്വാസത്തിന് സർവായുധ വർഗം എടുത്തുകൊണ്ട് നമുക്ക് നിൽക്കുവാൻ കഴിയണം എന്ന് നമ്മുടെ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ആ വിശ്വാസത്തിന് സർവായുധ വർഗം ധരിച്ചുകൊണ്ട് സാത്താൻ്റെ എല്ലാ തീയമ്പുകളെയും കെടുക്കുവാൻ തക്കവണ്ണം, അതിനെ നശിപ്പിക്കുവാൻ തക്കവണ്ണം നാം സജ്ജരായിട്ട് വിശ്വാസത്തിൻ്റെ പോരാളികളായിട്ട് നാം നിൽക്കുമ്പോഴാണ് നാം യഥാർത്ഥമായിട്ട് ഒരു ദൈവത്തിൻ്റെ ഏറ്റവും നല്ല ശിഷ്യനായിട്ട് മാറുന്നതും ആ വിശ്വാസത്തിൽ നമുക്ക് അടിയുറച്ച് ധൈര്യത്തോടെ നിൽക്കുവാൻ കഴിയുകയും ചെയ്യുന്നത് എന്നവിടെ പറയുന്നുണ്ട്. അതുപോലെ തികഞ്ഞത് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും വളരെ തികവിൻ്റെ അല്ലെങ്കിൽ നിറവിൻ്റെ അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു നിറവിൻ്റെ അനുഭവത്തിൽ നിൽക്കുക. അപ്പോൾ തികഞ്ഞത്, അപ്പോൾ ഏറ്റവും അതുപോലെ എല്ലാ കാര്യങ്ങളിലും മറ്റൊരു കുറവുമില്ലാതെ അല്ലെങ്കിൽ മറ്റൊരു ലംഘനങ്ങളും ഇല്ലാതെ അല്ലെങ്കിൽ വീഴ്ചകളും അല്ലെങ്കിൽ പരിമിതികളും ഇല്ലാതെ ആയിരിക്കുന്നൊരവസ്ഥയാണ് ഒരു തികഞ്ഞത് അല്ലെങ്കിൽ വന്നിരിക്കുന്നു എന്ന് പറയുന്നത്. തികഞ്ഞത് വന്നിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഏറ്റവും യോഗ്യമായി, ഏറ്റവും പൂർണ്ണമായി, ഏറ്റവും ഉന്നതമായിട്ടുള്ളത് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അതുപോലെ പൂർണ്ണമായെന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ കാര്യങ്ങളിലും ഏറ്റവും നിറവോടെ യാതൊരുവിധ കുറവുകളോ അല്ലെങ്കിൽ വീഴ്ചകളോ ന്യൂനതകളോ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് പൂർണ്ണം എന്ന് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് എങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു കാര്യത്തെ അംഗീകരിക്കുവാനും അതിൽ സന്തോഷിക്കുവാനും അതിൽ പൂർണ്ണമായിട്ടും അത് വിശ്വസിക്കുവാനും കഴിയുന്നു, ആ അവസ്ഥയാണ് നമ്മൾ പൂർണ്ണമായിട്ട് എന്ന് പറയുന്നത്. അതുപോലെ എല്ലാവരും ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളായിട്ട് വേർതിരിക്കപ്പെട്ട ദൈവവചനം അനുസരിക്കുന്ന ആ ഉപദേശത്തിൽ ജീവിക്കുന്ന ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതായ സകല മനുഷ്യരും എല്ലാവരും ഇതേ ഒരു അനുഭവത്തിൽ പൂർണ്ണതയുടെയും ഉറച്ചു നിൽക്കുന്ന അവസ്ഥയിൽ, അതുപോലെ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിട്ട് പൂർണ്ണതയോടും പൂർണ്ണ അനുഭവത്തോടും കൂടി കർത്താവിൽ നാം നിലനിൽക്കുക എന്നാണ് പറയുന്നത്. കൊലോസ്യർ 1:11 നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് നിറയുക, അവൻ്റെ മഹത്വമുള്ള ശക്തി
കർത്താവിന് യോഗ്യമായി ജീവിക്കുക, എല്ലാവിധത്തിലും ദൈവത്തെ പ്രസാദിപ്പിക്കുക. കൊലോസ്യർ 1:9-10. അപ്പോൾ ഇങ്ങനെ നാം എല്ലാ അർത്ഥത്തിലും എല്ലാ അവസ്ഥയിലും എല്ലാ സമയങ്ങളിലും നാം കർത്താവിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തിലും പൂർണ്ണ പ്രത്യാശയിലും അതുപോലെ പൂർണ്ണ ശക്തിയിലും ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് നിലനിൽക്കുന്ന അവസ്ഥയാണ് പൂർണ്ണമായും പൂർണ്ണതയോടും നിൽക്കുക എന്ന് പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ ഈ ലോകത്തിൽ നാം ജീവിക്കുന്നു, പക്ഷേ അതിൽ നാം നിലനിൽക്കുന്നില്ല, അല്ലേ അതിൽ നിന്നല്ല എന്ന് നാം മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരു ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഇല്ല എന്ന് 1 യോഹന്നാൻ 2:15 പറയുന്നുണ്ട്. യേശുവിനോടും അവൻ രാജ്യത്തോടുമുള്ള ലോക്കോസിൻ്റെ സ്നേഹം, ഇപ്പം എന്ത് സംഭവിച്ചാലും അവസാനം വരെ പൗലോസിനൊപ്പം നിൽക്കാൻ അവനെ പ്രേരിപ്പിച്ചു. എന്നാൽ അതേസമയം അല്ലെങ്കിൽ ആ അവസ്ഥയിൽ ദേമാസ് എന്ന് പറയുന്ന ശിഷ്യൻ വരാനിരിക്കുന്ന ലോകത്തേക്കാൾ ഈ ലോകത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വേലയിൽ നിന്ന്, ശുശ്രൂഷയിൽ നിന്ന് അവൻ മാറിപ്പോകുവാൻ ഇടയായി തീർന്നു എന്ന് നമ്മളുടെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലോകത്തെയും ഈ ലോകത്തുള്ളതിനെ സ്നേഹിക്കരുത് എന്ന് പറയുമ്പോൾ നാം ഈ ലോകത്തോട് ശത്രുതയോടെ ആയിരിക്കണമെന്നോ ഈ ലോകത്തോട് ഒന്നിനെയും നാം വിശ്വസിക്കരുതെന്നോ ഒന്നിനെയും സ്നേഹിക്കരുത് എന്നോ അല്ല അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിലുപരിയായിട്ട് നാം ഈ ലോകത്ത് ജീവിക്കുന്നു, ഈ ലോകത്ത് നാം നിലനിൽക്കുന്നു, ഈ ലോകത്തിൻ്റെതായ ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ആസ്വദിക്കുന്നു, നാം അത് ഉപയോഗിക്കുന്നു എങ്കിൽ പോലും നമ്മുടേതായ ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ചിന്ത, നമ്മുടെ ശ്രമം, നമ്മുടെ ആശ്രയം ഇതൊക്കെയും ഈ ലോകത്തിൽ ആവരുത്. മറിച്ച് നമ്മെ പരിപാലിക്കുകയും നമ്മളെ വഴി നടത്തുകയും നമ്മളെ ശക്തീകരിക്കുകയും ദൈവത്തിലായിരിക്കണം നമ്മുടെ ആശ്രയവും നമ്മുടെ സമർപ്പണവും എന്നാണ് ഈ വാക്കുകൊണ്ട് അല്ലെങ്കിൽ ഈ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തെ ആണ് നാം സ്നേഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരിക്കലും ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. കാരണം ഒരു വ്യക്തിക്ക് 2 യജമാനന്മാരെ ഒരുപോലെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് ദൈവത്തിന് വചനം പറയുന്നു. അത് നമ്മളൊരു മറ്റ് അർത്ഥത്തിൽ അല്ലെങ്കിൽ നമ്മളൊരു ഭൗതിക അർത്ഥത്തിൽ നോക്കുമ്പോഴും ശരിയാണ്. കാരണം ഒരു വ്യക്തിക്ക് ഒരുപോലെ 2 വ്യക്തികളെ, 2 യജമാനന്മാരെ ഒരിക്കലും സേവിക്കുവാനും സ്നേഹിക്കുവാനും കഴിയില്ല എന്നത് വ്യക്തമാണ്. ഒരുപക്ഷെ ഒരു വ്യക്തിയോട് സ്നേഹം കൂടുതലും മറ്റു വ്യക്തിയുടെ സ്നേഹം കുറവുമായിരിക്കും. അത് സ്വാഭാവികമാണ്. അപ്പം അതുകൊണ്ട് ലോകത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. ഒരു വ്യക്തി ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് ലോകത്തെ അതേ മനസ്സുകൊണ്ട് നാം ഈ ലോകത്ത് ജീവിക്കുന്നത് ഒരല്പകാലത്തേക്ക് ദൈവം നമുക്ക് അനുവദിക്കുന്ന സമയമാണ്. ആ സമയം നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥവും ഈ ലോകത്തിൽ കാണുന്ന കാര്യങ്ങളോട് സമരസപ്പെട്ടുകൊണ്ട് അതിനോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അതിൽ നാം ഇല്ലാതായി തീരുവാനല്ല, നാം അതിൽ നിന്ന് വ്യത്യസ്തരായിട്ട് നിലനിന്നുകൊണ്ട് നമുക്ക് ഈ ഭൗതിക ലോകത്തെ അതിജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ താൽക്കാലിക ലോകത്തെ അതിജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ കുറെ കാലത്തേക്ക് മാത്രം ഉള്ള ജീവിതത്തെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന ഒരു നിത്യ അനുഭവത്തിലേക്ക് കടന്നു പോവുക എന്ന് പറയുമ്പോൾ അനേക മനുഷ്യർക്ക് ഒരുപക്ഷെ അതിൻ്റെ ആ അർത്ഥത്തെ പൂർണ്ണമായിട്ട് ഗ്രഹിക്കുവാൻ പ്രയാസമായിരിക്കാം. അത് പലർക്കും അത് ഉൾക്കൊള്ളുവാൻ ബുദ്ധിമുട്ടായിരിക്കാം. കാരണം അതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയേണ്ട കാര്യങ്ങളാണ്. അത് മനസ്സിലാവാത്ത അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയാത്ത വ്യക്തികളോട് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ എപ്പോഴും അത് വിജയമായി കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ അതിപ്പോഴും അത് വിജയിക്കണമെന്നില്ല. ഇപ്പം ഇവിടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവിനെ സംബന്ധിച്ച് മർക്കോസ് 13:32 വാക്യത്തിൽ പറയുന്നത്,
അപ്പം ആ നാളും നാഴികയും സംബന്ധിച്ച് പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഈ ലോക ജീവിതത്തിൽ തൻ്റെ പിതാവിനെ പൂർണ്ണമായിട്ടും തൻ്റെ ജീവിതത്തിലൂടെ, തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ, തൻ്റെ പ്രാർത്ഥനകളിലൂടെ, തൻ്റെ സുവിശേഷ വേലയിലൂടെ, തൻ്റെ ഈ ലോകത്തിലെ ദൗത്യത്തിലൂടെ മനസ്സിലാക്കി കൊടുക്കുവാൻ ശ്രമിക്കുമ്പോൾ ആ പിതാവായ ദൈവം എത്രമാത്രം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു എന്ന് ആ പുത്രൻ മുഖാന്തരം ആ പുത്രനോടുള്ള പിതാവിൻ്റെ സ്നേഹം വെളിവാക്കി കൊടുക്കുമ്പോൾ ആ സ്നേഹത്തിലേക്ക് നമ്മളെയും കൂട്ടിച്ചേർക്കുവാനും ആ സ്നേഹത്തിൻ്റെ പങ്കാളികളായിട്ട് നമുക്കും തീരുവാൻ സാധിക്കുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ആ നിത്യഭവനത്തെ സംബന്ധിച്ച് ഈ ലോകത്തിൻ്റെ അവസാനത്തെ വിളിച്ചറിയിച്ചുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ തൻ്റെ രണ്ടാമത്തെ വരവിനെ സംബന്ധിച്ച് ഇപ്പോൾ ദൈവം, പിതാവായ ദൈവം തൻ്റെ പുത്രന് നൽകിയിരിക്കുന്നതായ ആ മുന്നറിയിപ്പിൽ അത് നൽകിയിട്ടില്ല. അത് സ്വർഗത്തിലെ ദൂതന്മാരോ അല്ലെങ്കിൽ തൻ്റെ പുത്രനോ അറിയുന്നില്ല, അത് പിതാവ് മാത്രം അറിയുന്നു എന്ന് പറയുമ്പോൾ നാം ആ ദിവസത്തിന് വേണ്ടി അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ അവസാനത്തിൽ പിതാവായ ദൈവം നമുക്ക് നൽകുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരുക്കുന്ന ആ നിത്യ ഭവനങ്ങളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കുവാനും നമുക്ക് ആ ഭവനങ്ങൾ സ്വന്തമായി തീരുവാനും അവിടെ കർത്താവ് യേശുക്രിസ്തുവിനോട് കൂടി നമുക്ക് നിത്യമായി വസിക്കുവാനുമുള്ള ആ ഒരു സമയത്തെക്കുറിച്ച്, ആ ഒരു അല്ലെങ്കിൽ അതിൻ്റെതായ നാളുകളെക്കുറിച്ച് നാം ഓരോരുത്തരും വളരെ ശ്രദ്ധയും അതുപോലെ ജാഗ്രതയും ഉള്ളവരായിരിക്കണം. കാരണം അതെപ്പോൾ സംഭവിക്കുമെന്ന് പുത്രൻ യേശുക്രിസ്തു അറിയുന്നില്ല. അതിൻ്റെ അർത്ഥം പുത്രൻ യേശുക്രിസ്തു അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് തൻ്റെ ശിഷ്യന്മാരോട് അല്ലെങ്കിൽ തൻ്റെ ജനത്തോട് ഒരുപക്ഷെ പങ്കുവയ്ക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ പ്രത്യാശയ്ക്കും നമ്മുടെ കാത്തിരിപ്പിനുമൊക്കെ ഒരു അല്ലെങ്കിൽ ഒരു സമയം, ഒരു കാലഘട്ടം നാം വയ്ക്കുകയും അല്ലെങ്കിൽ ആ ഒരു സമയത്തേക്ക് നമ്മളതിനെ അങ്ങനെ കാണുകയും ചെയ്യുമ്പോൾ പലപ്പോഴും മനുഷ്യൻ്റെ ജീവിതത്തിൽ അതിൻ്റെതായ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ അല്ലെങ്കിൽ സംഭവിക്കുവാൻ കഴിയും അല്ലെങ്കിൽ ഇടവരും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വാക്യങ്ങൾ പറയുമ്പോൾ അവിടെ പറയുന്നത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്നാണ്. ഇപ്പം ഇവിടെ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുവാനാണ്, നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാനാണ്, നമ്മളെ ഓരോരുത്തരെയും നിത്യമായ മരണത്തിൽ നമ്മളെ വിടുവിക്കുവാനാണ്. നമുക്ക് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെയും പിതാവായ ദൈവത്തിൻ്റെ കരുണയെയും ആ പിതാവായ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തെയും നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് നൽകി തരുവാനും ആ രാജ്യത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനുമാണ് കർത്താവ് യേശുക്രിസ്തു വന്നത്. അപ്പോൾ ആ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവ് അല്ലെ തൻ്റെ ജനനം അല്ലെ തൻ്റെ ഈ ഭൂമിയിലേതായ ദൗത്യം നമുക്കേവർക്കും ആ ദൈവകൃപ നൽകി തരുവാനും ആ ദൈവകൃപയിൽ ജീവിക്കുവാനുമുള്ള ഒരവസരമായിട്ട് കർത്താവ് യേശുക്രിസ്തു കാണുകയും അല്ലെങ്കിൽ പിതാവായ ദൈവം കാണുകയും അതുകൊണ്ട് ക്രിസ്തുവിലൂടെ, കർത്താവ് യേശുക്രിസ്തുവിലൂടെ, യേശുവിലൂടെ നമുക്ക് പിതാവിനെ മനസ്സിലാക്കുവാനും ആ പിതാവിൻ്റെ സ്നേഹത്തെ അറിയുവാനും അങ്ങനെ പുത്രൻ്റെ വിശ്വാസത്തിലൂടെ, സ്നേഹത്തിലൂടെ നമുക്കും ആ പിതാവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാനും അത് അനുഭവിക്കുവാനും ദൈവം നമുക്കായിട്ട് അല്ലെങ്കിൽ കർത്താവ് നമുക്കായിട്ട് അവസരമൊരുക്കി അല്ലെങ്കിൽ അതിനുള്ള വഴി തുറന്നു എന്ന് നമ്മുടെ മനസ്സിലാക്കും. ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവിടെ ഈ 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 14 രേഖകളിൽ വാക്യങ്ങളുടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അന്ത്യനാളുകളിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവിനോട് ചേർന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുവെന്ന്, എന്തൊക്കെ സംഭവിക്കുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പറയുന്ന കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരുമെന്നാണ്. ഈ കള്ളനെ പോലെ വരും എന്ന് പറയുമ്പോൾ പല ആൾക്കാരും മനസ്സിലാക്കുന്നത് രഹസ്യമായിട്ട് ആർക്കും അറിയാതെ, ആരും കാണാതെ അത് സംഭവിക്കുമെന്നാണ്. പക്ഷേ നാം മനസ്സിലാക്കുന്നത് കർത്താവിൻ്റെ വരവ് എപ്പോഴാകുന്നു എന്ന്
നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ്. കാരണം കള്ളൻ വരുന്നത് ആരെയും അറിയിച്ചിട്ടോ ആർക്കെങ്കിലും അറിയിപ്പ് കൊടുത്തിട്ടോ അല്ല. അപ്പം അതുപോലെ കർത്താവിൻ്റെ വരവ് പെട്ടെന്നാകും, പ്രതീക്ഷിക്കാത്ത സമയത്താകും, നാം നനച്ചിരിക്കാത്ത സമയത്താകും എന്ന് ആണ് ആ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അന്ന് ആകാശ കുടുംബത്തോടെ ഒഴിഞ്ഞു പോകും എന്നവിടെ പറയുന്നു. ഇപ്പോൾ ചന്ദ്രനിലും സൂര്യനിലും നിങ്ങൾ മാറ്റങ്ങൾ കാണും. അവിടെ ലോകത്തിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവും. മനുഷ്യരുടെ ജീവിതത്തിൽ അനേക മാറ്റങ്ങൾക്ക് ഇടവരും. ലോകരാജ്യങ്ങളിൽ പലവിധത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കും. കാലാവസ്ഥയിൽ ഗണ്യമായ മാറ്റങ്ങളുണ്ടാവും. അതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ ഉടലെടുക്കും. അങ്ങനെ മനുഷ്യന് ഇന്ന് നാം കാണുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട്, വളരെ അപരിചിതമായ, പ്രതീക്ഷിക്കാത്ത, നമുക്കാർക്കും ഒരുപക്ഷെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത തരത്തിലുള്ളതായ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പലതരത്തിലുള്ള ഭയാനകമായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പറയുമ്പോൾ ഇതാരെയും ഭയപ്പെടുത്തുവാനോ ഭീതിപ്പെടുത്തുവാനോ വെറുതെ പറയുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ നമുക്കറിയാം ലോകത്ത് സംഭവിച്ചിട്ടിരിക്കുന്നതായ കാര്യങ്ങൾ, സംഭവിച്ചിരിക്കുന്നതായ വിവിധമായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് അറിയാം. അതിൻ്റെതായ ദുരന്ത ഫലങ്ങളും അതിൻ്റെതായ ദോഷങ്ങളും അതിൻ്റെതായ മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഇന്ന് ലോകം അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. യുദ്ധത്തിൻ്റെതായാലും പ്രകൃതിക്ഷോഭങ്ങളുടേതായാലും മറ്റ് പ്രശ്നങ്ങളുടേതായാലും ഒക്കെ മനുഷ്യനെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അനുഭവം കുറെ കൂടി ശക്തമായിട്ടും തീവ്രമായിട്ടും സംഭവിക്കാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് കാലത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്നത്. അത് ഒരു മനുഷ്യർക്കും മുൻകൂട്ടി പറയുവാൻ കഴിയുന്നത് അല്ല. എന്നാൽ അതിനെക്കുറിച്ചൊരു സൂചന അല്ലെങ്കിൽ പലതരത്തിലുള്ള ഒരു മുന്നറിവ് അല്ലെങ്കിൽ ഒരു അറിയിപ്പ് ദൈവത്തെ വചനത്തിലൂടെ നൽകിയിട്ടുണ്ട്. അതിലൊരു ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടത്. ആകാശ കുടുംബത്തോടെ ഒഴിഞ്ഞു പോകും. അപ്പോൾ സൂര്യൻ താൻ വെളിച്ചം, സൂര്യൻ ചന്ദ്രനും വെളിച്ചം തരാതെയിരിക്കും. ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴെ വീഴുവാനിടയായിത്തീരും. അതുപോലെ അനേക സംഭവങ്ങൾ സംഭവിക്കും എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഇതുവരെ നമ്മുടെ ലോക ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിനോടനുബന്ധിച്ചുള്ള അനേക കാര്യങ്ങൾ ഇതുവരെയും പലയിടങ്ങളിലായിട്ട് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ സംഭവിച്ചു എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അതാത് സമയങ്ങളിൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായ ഓരോ കാര്യങ്ങൾ സംഭവിക്കേണ്ടതായ ആ കാലസമ്പൂർണതയിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ സംഭവിക്കും എന്ന് ദൈവത്തിൻ്റെ വചനങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ പറയുമ്പോൾ അവിടെ ലൗദിക്യ സഭയുടെ ഒരു അനുഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരവസ്ഥയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കാൽ നീ സമ്പന്നാകേണ്ടതിന് തീരൂതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളമെടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലിടുവാൻ ലേപവും എന്നോട് വിലയ്ക്കുവാൻ ഞാൻ എന്നോട് ബുദ്ധി ഉപദേശിക്കുന്നുവെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് അന്ത്യ കാലഘട്ടത്തിൽ, ലോകത്തിൻ്റെ അന്ത്യത്തിൽ നിലനിൽക്കുന്ന ദൈവജനത്തില്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം അവിടെ എല്ലാം ഉണ്ട്, സമ്പത്തുണ്ട്, സമ്പന്നതയുണ്ട്, മറ്റ് ജീവിതത്തിൻ്റെതായ എല്ലാ ഭൗതിക സാഹചര്യങ്ങളുമുണ്ട്, ഒന്നിനും കുറവില്ല, എല്ലാ കാര്യങ്ങളും ഉണ്ട്, സമ്പന്നമാണ്, പൂർണ്ണമാണ്, തികഞ്ഞ അവസ്ഥയാണ്. എങ്കിൽ പോലും മനുഷ്യൻ്റെ ജീവിത അവസ്ഥ എന്ന് പറയുന്നവൻ ഇവിടെ പറയുന്നത് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് നീ അറിയുന്നില്ല എന്നാണ്. മനുഷ്യൻ്റെ ഈ ഭൗതിക ജീവിതത്തിൽ ബാഹ്യമായിട്ട് നമ്മൾ അനേക കാര്യങ്ങൾ കാണുമ്പോൾ മനുഷ്യനെല്ലാം ഉണ്ട് എന്ന് മനുഷ്യൻ ചിന്തിക്കുകയും അങ്ങനെ വിശ്വസിക്കുകയും അങ്ങനെ ധരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ആ മനുഷ്യജീവിതത്തിൻ്റെ ഉള്ളറകളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ എത്രമാത്രം പൊള്ളയാണെന്നും വ്യാജമാണെന്നും എത്രമാത്രം അത് കൃത്രിമമായിട്ട് കെട്ടിപ്പടുത്തതാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയുള്ള അനേക
ജീവിതങ്ങൾ അനേക അല്ലെങ്കിൽ വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തകർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വീണുകൊണ്ടിരിക്കുന്ന ഉദാഹരണങ്ങൾ നമുക്ക് ലോകത്തിൽ കാണുവാൻ സാധിക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ നാളുകളിൽ നമുക്ക് അറിയാം, പല രാജ്യങ്ങളും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും യുദ്ധത്തിൻ്റെതായ കെടുതികളിൽ പെട്ടുകൊണ്ട് തങ്ങളുടെ രാജ്യങ്ങളിലെ അനേക മനുഷ്യർ, നേതാക്കന്മാർ, അതുപോലെ സൈനിക തലവന്മാർ തങ്ങളുടേതായ യുദ്ധോപകരണങ്ങൾ, സമ്പത്ത് ഇതൊക്കെ നിമിഷങ്ങൾ കൊണ്ട് ഇല്ലാതായിട്ട് നശിച്ച് അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ നാം വർഷങ്ങളോളം നാളുകൾ പരിശ്രമിച്ച് ഉണ്ടാക്കിയെടുത്ത എല്ലാ ഭൗതികവും മറ്റുള്ള നേട്ടങ്ങളും നാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കി കളയുന്ന സ്വന്തം തീരുമാനത്തിലേക്ക് ഒരു മനുഷ്യൻ തിരിയുമ്പോൾ എത്രമാത്രം ആ മനുഷ്യൻ ബുദ്ധിയുള്ളവനോ ജ്ഞാനമുള്ളവനോ അല്ലെങ്കിൽ അറിവുള്ളവനോ ആണ് എന്ന് നാം പറയുമ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് അത് ഒരു അത്ഭുതമായിട്ട് അല്ലെങ്കിൽ ഒരു പരിഹാസമായിട്ട് തോന്നുമായിരിക്കാം. അപ്പോൾ പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ വചനത്തിൻ്റെ ഉദ്ദേശം നിറവേറലിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യൻ ഇത്തരത്തിൽ ഈ ലോകത്ത് ജീവിച്ച് പ്രവർത്തിച്ച് നശിച്ചു പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിനല്ല ദൈവം മനുഷ്യന് ഈ ജീവിതം നൽകിയതും അവന് ബുദ്ധിയും ജ്ഞാനവും നൽകിയതും അവന് ഭൗതിക കാര്യങ്ങൾ നൽകിയതും അവന് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അധ്വാനിക്കുവാനുള്ള അവസരങ്ങൾ നൽകിയതും അവന് സമ്പത്ത് നൽകിയതും ഒന്നും മനുഷ്യൻ ഇതൊക്കെ അവനവൻ്റെ നാശത്തിനും മറ്റുള്ള നാശത്തിനും വിനിയോഗിക്കുവാനല്ല എന്നത് തിരിച്ചറിയേണ്ടത് കാര്യമുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളൊക്കെയും നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതല്ല. നമുക്ക് ഈ ലോകത്ത് ദൈവം തന്നിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ അതിനെ രൂപപ്പെടുത്തിയെടുക്കുകയും അതിന് നമ്മൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മളതിനെ വർദ്ധിപ്പിച്ചെടുക്കുകയും അല്ലെങ്കിൽ നാം അതിൽ പ്രവർത്തിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുകയും അതുകൊണ്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നേടുകയും അങ്ങനെ ദൈവം തന്നിട്ടുള്ള എല്ലാ ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങളും സമ്പത്തും നമുക്ക് ലഭിച്ചിട്ടുള്ള നമ്മുടെ ഈ ലോകത്തുള്ള മറ്റെല്ലാ കാര്യങ്ങളും ദൈവത്താൽ നൽകപ്പെട്ടതാണ്. ഒരു കാര്യം പോലും മനുഷ്യൻ സ്വന്തമായിട്ട് എവിടെ നിന്നും കൊണ്ടുവന്നതല്ല എന്ന തിരിച്ചറിവ് ഇത് മനുഷ്യൻ്റെ സമാധാനപരമായ ജീവിതത്തിനും സന്തോഷത്തിനും വളർച്ചയ്ക്കും എങ്ങനെ ഉപകരിക്കാമെന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ പൊതുവായിട്ടുള്ള സന്തോഷത്തിനും സമാധാനത്തിനും വളർച്ചയ്ക്കും അവരുടെ പുരോഗതിക്കും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം ഈ ലോകത്തെ നയിക്കുന്ന അല്ലെങ്കിൽ ലോക നേതൃത്വത്തിനുണ്ട് എന്ന കാര്യവും എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നേതൃത്വങ്ങൾ എടുക്കുന്ന തീരുമാനം എത്രയോ നിരപരാധികൾ അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരുടെ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഭവനങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് അവരുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഇല്ലാതാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ അവരാരും വാസ്തവം പറഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള നേതൃത്വങ്ങളുടേതായ ഈ തീരുമാനങ്ങൾക്ക് അവരുടേതായ ഭാഗത്തുനിന്ന് യാതൊരുവിധ വീഴ്ചകളോ കുറവോ സംഭവിച്ചിട്ടല്ല, അവർ തെറ്റ് ചെയ്തിട്ടല്ല, അവരുടെ ജീവിതമോ അവരുടെ പ്രവർത്തനങ്ങളോ ഒരു തരത്തിലും ഒരു സമൂഹത്തിനോ ഒരു രാജ്യത്തിനോ ദോഷമുണ്ടാക്കിയിട്ടല്ല ഈ ഒരു അവസ്ഥയിലേക്ക് ഈ മനുഷ്യരൊക്കെയും കടന്നു വരുന്നത്. അപ്പം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വാസ്തവമായി ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നാം എങ്ങനെ ജീവിക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം, അല്ലെങ്കിൽ നാം ഈ ലോകത്തെ അല്ലെങ്കിൽ മറ്റുള്ളവരെ മനുഷ്യരെ നമ്മൾ എങ്ങനെ കാണണം, അവരുടെ ക്ഷേമം, അവരുടെ വളർച്ച, അവരുടെ സമാധാനം, അവരുടെ സന്തോഷം, അവരുടേതായ ഭൗതികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള വർധനം അല്ലെങ്കിൽ വളർച്ച അല്ലെങ്കിൽ അവരുടെ ഉയർച്ച എത്രമാത്രം ലോകത്തിനും മറ്റുള്ളവർക്കും അത് സഹായമായി തീരും എന്നുകൂടി നാം മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ ലൗദീക്യ സഭയെ സംബന്ധിച്ച് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 21 വാക്യങ്ങൾ പറയുമ്പോൾ നാം ആരാണ്? നാം നഗ്നനും അരിഷ്ടനും ദരിദ്രനും കുരുടനും ആയിത്തീർന്നിരിക്കുന്നു എന്നാണ്. അപ്പം ഇതാണ് വാസ്തവത്തിൽ നിന്ന് മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സഭയോട് അല്ലെങ്കിൽ ആ സഭയോട് ദൈവം പറയുന്നത് ഉണർന്നിരിക്കുക, ജാഗരൂകരായിരിക്കുക എന്നാണ്. ഉണർന്നിരിക്കുക. നാം തീർച്ചയായിട്ടും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നാം ഉണർന്നിരിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്കറിയാം, ഈ യുദ്ധം നടക്കുന്ന മേഖലകളിൽ, ഈ യുദ്ധം വ്യാപിക്കുന്ന സ്ഥലങ്ങളിൽ, ഈ യുദ്ധത്തിൻ്റെതായ പ്രയാസങ്ങൾ, ഭയങ്ങൾ കഴിയുന്ന ജനങ്ങൾക്ക് അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിൽ മനുഷ്യർ ഉറങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ ഉറങ്ങാൻ കഴിയുന്നുണ്ടോ? അവരൊക്കെ ഈ അർത്ഥത്തില്ല ഉണർന്നിരിക്കുക എന്ന് പറയുന്നത്. അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, അതുകൊണ്ട് അവർ ഉണർന്നിരിക്കുന്നു. ഇവിടെ ഉണർന്നിരിക്കുക എന്ന് പറയുന്നത് നാം ശ്രദ്ധയോടെ ഇരിക്കുക, നാം സൂക്ഷ്മതയോടെ ഇരിക്കുക, നാം വളരെ ആലോചനയോടെ ഇരിക്കുക. ഇന്ന് സംഭവിക്കാൻ പോകുന്നു, നാം എങ്ങനെ ജീവിക്കുന്നു, എന്താണ് നമ്മുടെ ചുറ്റുപാട്, എന്താണ് നമ്മുടെ ജീവിതം,
എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നമുക്കതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഉണർന്ന് സുബോധത്തോടെ ഇരിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക, ജാഗരൂകരായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമ്മളൊരു ജീവിതത്തിൽ നമ്മൾ വീഴ്ച ഉണ്ടാവുന്നത്, എവിടെയാണൊരു കുറവുണ്ടാവുന്നത്, എവിടെയാണൊരു അല്ലെങ്കിൽ ലംഘനം ഉണ്ടാവുന്നത്, എവിടെയാണൊരു അല്ല നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വരുന്നത് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് അതിനെക്കുറിച്ച് ശ്രദ്ധയുള്ളവരായിട്ട് നാം ജാഗരൂകരായി ഇരിക്കുക. അത് മാത്രമല്ല തീർച്ചയായിട്ടും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനായിട്ട് നാം എപ്പോഴും ഒരുങ്ങി ഇരിക്കണം, ജാഗ്രതയുള്ളവരായിട്ടിരിക്കണം, അല്ലെങ്കിൽ ഉണർന്നിരിക്കണം എന്നവിടെ പറയുകയാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ലവോദിക്ക സഭയ്ക്കുള്ള സന്ദേശം എന്ന് പറയുന്നത് ജാഗ്രതയുള്ളവരായിരിക്കുക, ഉണർന്നിരിക്കുക, മാനസാന്തരപ്പെടുക. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നാം മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ വലിയ യാഗം എന്ന് പറഞ്ഞാൽ കാൽവരി യാഗത്തോടുകൂടി ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താൻ തോൽപ്പിക്കപ്പെട്ടുവെന്നും അതുകൊണ്ട് ഇനി നാം അവൻ്റെ പ്രവൃത്തികളിൽ ഭയപ്പെടാതെ അല്ലെങ്കിൽ നാം ചഞ്ചലപ്പെട്ടു പോകാതെ ഭീരുക്കളായി പോരാതെ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ കഴിയുകയും മാത്രമല്ല നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത് പോലെ എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം പറയുന്നത് ഇതാ മനുഷ്യരുടെ കൂടെ ദൈവത്തിൻ്റെ കൂടാരം എന്നവിടെ പറയുന്നു. അത് മാത്രമല്ല വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത് സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടു. എന്നാൽ നാം തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും സമാഗതമായിരിക്കുന്ന ഈ അന്ത്യനാളുകളിൽ നാം ലവോദിക്ക സഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ആ സന്ദേശം ഓർത്തുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ജാഗ്രതയുള്ളവരായിരിക്കുക, മാനസാന്തരപ്പെടുക, ഉണർന്നിരിക്കുക. തീർച്ചയായും ദൈവം നമുക്ക് ദരിദ്ര മക്കൾക്ക് സമാധാനത്തോടും സന്തോഷത്തോടും ജീവിച്ചുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ നിത്യഭവനത്തിൽ അവൻ നമുക്കൊരുക്കുന്ന വലിയ പ്രതിഫലം ആ നാളിൽ കർത്താവ് നമുക്ക് നൽകും എന്ന വിശ്വാസത്തോടെ ജീവിച്ചുകൊണ്ട് ആ പ്രതിഫലത്തിനായിട്ട് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. തീർച്ചയായിട്ടും ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ക്വാർട്ടറിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ ദൈവം ഇത്രയും സമയം നമുക്ക് തന്നതോർത്ത് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം, നമുക്ക് പ്രാർത്ഥിക്കാം. അടങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, തിരുനാമത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഈ ക്വാർട്ടറിൻ്റെ അവസാന ശബത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനുള്ള വലിയ ഭാഗ്യം അവിടെ നിലേക്ക് തന്നല്ലോ. തുടർന്ന് കർത്താവേ, അവിടുത്തെ മക്കളായിട്ടെങ്കിൽ വചനം ധ്യാനിച്ചും പഠിച്ചും ജീവിക്കാനായിട്ടെങ്കിൽ ഒരുക്കണം. ഈ പാഠം പഠിക്കുന്ന, ഇത് കേൾക്കുന്ന, ഇത് വായിക്കുന്ന, ഇത് മനസ്സിലാക്കുന്ന എല്ലാത്തിനും മക്കളെയും അവിടുത്തെ അനുഗ്രഹത്താൽ അവിടെ നിറയ്ക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. എല്ലാ കുറവുകളെയും കർത്താവ് ക്ഷമിക്കണമേ, മാനമത്തോടെ എടുക്കണം. എല്ലാടെങ്കിലും ആ ജീവനത്തിൽ നിശം ചോദിക്കുമ്പോൾ കൃപയുടെ നല്ല ദൈവമേ, ആമേൻ.